ആലുവയിൽ നിന്ന് കാണാതായ അതിഥി തൊഴിലാളിയുടെ മകളെ കണ്ടെത്തി. അങ്കമാലിയിൽ നിന്നാണ് 12-കാരിയെ കണ്ടെത്തിയത്. കൂടെയുള്ള യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കുട്ടിയെ കാണാതായി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരള പോലീസ് പെൺകുട്ടിയെ തിരിച്ചെത്തിച്ചിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. അങ്കമാലിയിൽ എവിടെ വെച്ചാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൂടെയുള്ള യുവാവിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ? വിവരങ്ങൾ. സുഹൈല, വീണ്ടും ആലുവ സ്ക്വാഡ് കരുത്ത് കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5:30 ഈ പെൺകുട്ടിയെ ഇടയപ്പുറത്ത് നിന്ന് കാണാതാവുന്നത്. തുടർന്ന് മാതാവ് പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോട് പോലീസ് എടുക്കുന്നു. കൃത്യമായ ഒരു അന്വേഷണം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തി. ഇതിനിടയിലാണ് പെൺകുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് ഒരു കോൾ എത്തുന്നത്. മൂർഷിദാബാദ് സ്വദേശിയുമായി തങ്ങൾ പോകുന്നു, ഈ പെൺകുട്ടി പോകുന്നു എന്നുള്ളതായിരുന്നു ആ ഫോണിൽ നിന്ന് ലഭിച്ച സന്ദേശം. തുടർന്ന് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച്, ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നേരത്തെ ഡിവൈഎസ്പി തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു, ഒരു ടീം ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന്. അതിന് പുറമെ തന്നെയാണ് ഈ ആലുവയിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലൊടുവിൽ അല്പസമയം മുമ്പ് അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ 12 വയസ്സുകാരെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിക്കൊപ്പം നേരത്തെ ദൃശ്യങ്ങളിൽ 3 പേരുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഈ പോലീസ് കണ്ടെത്തുന്ന ഘട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അയാൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ ആദ്യം മിസ്സിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ നിലവിൽ ഇനി ഈ കേസിന്റെ ഘടനയെല്ലാം മാറാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യപ്പെടും. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് സാധ്യതയുണ്ട്. കാരണം പെൺകുട്ടിക്ക് 12 വയസ്സ് മാത്രമാണ് പ്രായം. കുട്ടി ആൺസുഹൃത്തിന്റെ കൂടെ പോയതാണ് എങ്കിൽ പോലും ആ പ്രായം പരിഗണിച്ച് അത് നിലവിൽ കൂടുതൽ കേസിന്റെ സ്വഭാവം മാറും എന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസിന്റെ ഇടപെടൽ ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്, അഭിനന്ദനാർഹമാണ്. കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായി. കേസ് ഈ മാതാവിന്റെ പരാതി ലഭിച്ച ഉടനെ തന്നെ വിവിധ ടീമുകളായി, ആലുവ ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തിൽ വിവിധ ടീമുകളായി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. CCTV-കളും ഏറ്റവും നിർണായകമായിരുന്നു. ആ ഇടയപ്പുറം പള്ളിക്ക് സമീപമുള്ള CCTV ദൃശ്യത്തിൽ കുട്ടി ഈ ആളുകളുമായി സംസാരിക്കുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഒപ്പം അവിടെ നാട്ടുകാരിൽ ചില ആളുകൾ ഈ കുട്ടിയെ ആളുകളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ചില ആശങ്കകളൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും ആ ആശങ്കകൾക്കെല്ലാം വിരാമമായിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ആലുവയിൽ നമ്മളെ ഞെട്ടിപ്പിച്ച 2 സംഭവങ്ങൾ നടന്നിരുന്നു. ഒന്ന് ആ 4 വയസ്സുകാരുടെ കൊലപാതകമായിരുന്നു. മറ്റൊന്ന് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ 2 വാർത്തകൾ നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഈ ആശങ്കകൾക്ക് പ്രധാനമായും വഴിവെച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും നിലവിൽ അടിസ്ഥാനമില്ല. കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി കുട്ടിയെ അല്പസമയത്തിനകം തന്നെ അങ്കമാലിയിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസിന് ഒരിക്കൽ കൂടി അഭിനന്ദനം നൽകുന്നു. സുഹേൽ. ശരി, വിഷ്ണു സുരേഷാണ് വിശദമായ റിപ്പോർട്ടിംഗ് നൽകിയിരിക്കുന്നത്. 12 വയസ്സുകാരെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ആശ്വാസ വാർത്ത. കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.